ഹായ് ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും ഷെരീഫ് കേട്ടിയർ വ്ളോഗ്സിലോട് സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹമൂറിനെ പിടുത്താണ് കേട്ടോ. അപ്പോൾ ഹമൂറിനെ പിടിക്കുന്ന കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ ഒരു വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായി തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മളെ കൂട്ടായി അഴിമുഖത്താണ് കേട്ടോ. അപ്പോൾ കൂട്ടായി അഴിമുഖത്ത് ഹമൂറിൻ്റെ പൂരം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ രീതിയിൽ ഹമൂർ കയറുന്നുണ്ട്. അപ്പോൾ അത് ഈ ഒരു സുഹൃത്തിൻ്റെ ചൂണ്ടയിൽ ഒരു ഹമൂർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കുക കയറുമോ ഇല്ലേ എന്നൊക്കെ. അപ്പോൾ നമ്മൾ ലൈവ് ചെമ്മീന് മുകളിലാണ് കേട്ടോ മീൻ അടിച്ചത്. അപ്പോൾ നമ്മൾ സാധാ കൈച്ചൂണ്ടയിലാണ് അടിച്ചത്. അതായത് നമ്മൾ സ്റ്റിക്ക് ഉപയോഗിച്ച് നമ്മൾ വെയിറ്റ് കെട്ടി എറിയുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ ചൂണ്ട ഇട്ടിട്ടുള്ളത്. അപ്പോൾ ലൈവ് ചെമ്മീനിലാണ് കൂടുതലും മീൻ കയറുന്നത്. അപ്പോൾ അതേ മീനെ ലാൻഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ഗഫിട്ട് തൂക്കി അതേ നമ്മളാ ഒരു സുഹൃത്ത് അതേ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ നല്ലൊരു അടിപൊളി ഒരു ഹമൂറാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 10-11 കിലോ തൂക്കം വരുന്ന ഒരു ഹമൂറാണ്. അപ്പോൾ അത് അതിനെ കൊണ്ടുപോയി അവിടെ ഇട്ടിട്ടുണ്ട്. അതുപോലെ അതേ മറ്റൊരു ഹമൂറ് കൂടി ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മുമ്പ് കയറിയതാണ് കേട്ടത്. ഗൈസ്, അപ്പോൾ ഉടനെ തന്നെ നമ്മൾ ഈ ഒരു സുഹൃത്തിൻ്റെ ചൂണ്ടയിൽ എന്തോ ഒന്ന് അടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് മീനാ എന്നറിയില്ല. അപ്പോൾ നോക്കുക നമുക്ക് കയറോ ഇല്ലേ എന്നൊക്കെ. ആ ചണ്ട കൂടെ അവിടെ നിൽക്കുന്നു. അത് അവിടെ റോഡ് വഴി മാറി കൊടുക്കേ പോകുമ്പോ അതാണ് ക്യാപ്പ് കയറി താണ്ട് പോയാലും. ഗൈസ്, അപ്പോൾ ഇപ്പം അടിച്ച ഒരു മീൻ മിസ്സായിട്ടുണ്ട്. പക്ഷെ ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ വേറൊരു മീൻ കൂടി അടിച്ചിട്ടുണ്ട് കേട്ടോ. അതിനെ ലാൻഡ് ചെയ്യിപ്പിക്കാനുള്ളൊരു ശ്രമത്തിലാണ് നമ്മൾ ഈ ഒരു സുഹൃത്ത്. ഇറങ്ങി മീനെ കുറിച്ചോളി. സൂപ്പർ ചെമ്പല്ലിക്കോര. ഇതെന്താ ലൈവിലല്ലേ? ലൈവില് സൂപ്പറായില്ലടാ ഗൈസ്. അപ്പോൾ നല്ലൊരു അടിപൊളി ചെമ്പല്ലിക്കോര ഇട്ടപ്പോൾ കയറിയത്. അപ്പോൾ എന്തായാലും ഒരു 3 കിലോ പ്ലസ് തൂക്കം ഉണ്ടാവും. അപ്പോൾ അതേ അതിനിടയിൽ വീണ്ടും നമ്മൾ ഈ ഒരു സുഹൃത്തിൻ്റെ ചൂണ്ടയിൽ ഒരു ഹമൂർ കൂടി അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ലാൻഡ് ചെയ്യിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കുക. എന്റെ പഠിച്ച് വാങ്ങിക്കോ. കമ്പി മാമല്ലേ കൊടുക്ക്. ഇവിടെ
ഗൈസ് അപ്പോൾ ഇപ്പോൾ അടിച്ച ആ ഒരു ഹമൂറും മുകളിലോട്ട് സേഫ് ആയിട്ട് തന്നെ ലാൻഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മുകളിൽ ആ ഒരു കല്ലിൽ കൊണ്ടുപോയതൊക്കെ കിടത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലൊരു അടിപൊളി ഒരു ഹമൂറാണ്. അപ്പോൾ എന്തായാലും ഒരു 7-8 കിലോ തൂക്കം വരുന്ന ഒരു ഹമൂറാണ് കേട്ടോ. അപ്പോൾ അതായത് നമ്മളെല്ലാ സുഹൃത്തുക്കളും നിരന്ന് നിന്ന് കാസ്റ്റ് തന്നെയാണ് കേട്ടോ. ഷ്രിമ്പ്, അതുപോലെ ഷാഡുകൾ, അതുപോലെ ഇപ്പം മീൻ അടിച്ചത് മുഴുവൻ ലൈവ് ചെമ്മീനുമലാണ് മീൻ ഇപ്പം അടിച്ചത് മുഴുവൻ. അതുപോലെ നമ്മൾ ബൈറ്റിലൊക്കെ മീൻ അടിക്കുന്നുണ്ട്. ഷ്രിമ്പിൽ ഷാഡിലൊന്നും ഇന്ന് അടിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇനി അടിക്കുമോ എന്ന് നമുക്ക് നോക്കാം. അതുപോലെ നമ്മൾ ലൈവ് ഇടുന്ന ഒരു കൈച്ചൂണ്ട സെറ്റപ്പ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് മീൻ അടിക്കുന്നത് മുഴുവൻ അതിലാണ്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ആ ഒരു ചൂണ്ട സെറ്റപ്പ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് കാണിക്കാനായിട്ട് നമ്മൾ ഈ ഇരിക്കാനോട് നമുക്ക് ചോദിച്ചു നോക്കാം. ചൂണ്ടൽ കെട്ടലൊക്കെ സിമ്പിൾ കെട്ടതല്ല. ഇങ്ങനെ കെട്ടാം. എത്ര നമ്പർ വെക്കാം? ഇത് 11. ചെറുത് ഇങ്ങനെ ചുറ്റുക. 10 രൂപ 15 രൂപ മുറൊക്കെ കയറും. ആദ്യമേ കൊത്തിയത് മുഴുവൻ കയറ്റും നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ. നമ്മളെ ആരോഗ്യത്തിനനുസരിച്ച് എല്ലാതും കയറും. ഇതിമ ഒരു ആന കടിച്ചു തൂങ്ങിയാലും കൂടി കൊക്കാട്ട് നീരല്ലാതെ. ഈ വെയിറ്റ് എവിടെയാണ് ഇതിൻ്റെ വരിക? എടുക്കണം. അല്ലെ ഇതിൻ്റെ ഏത് അതിൻ്റെ ഉള്ളിൽ കൂടി ഇടും. ഇവിടെ എത്രക്ക് ഇത്ര ഒരു അടി 1.5 അടി 1.5 അടി ഇട്ടിട്ട് ഇതിങ്ങനെ ടൈറ്റാക്കാം. ഇത് മടക്കിടാം. ചെറിയൊരു പീസ്. അപ്പോൾ എന്തായി ആ പീസുമ്മൽ മറ്റവിടെ ലോക്കായി ഇതവിടെ എവിടെയും പോയി കിടന്നോളും. അപ്പോൾ മീൻ എടുത്താലും ഇതിൻ്റെ ഉള്ളിൽ കൂടി പോകുമ്പോൾ ഞാനെങ്ങനെ പിടിച്ചാ ഈ കൊമ്പ് വേണ്ട കേട്ടോ. നമുക്ക് കൊമ്പ് വേണ്ട. കൊമ്പ് വേണ്ട. എന്നിട്ട് ഈ ബാലിൻ്റെ അവിടെ ഇങ്ങനെ ഇതാ സിമ്പിള് പരിപാടി സിമ്പിളാണ്. ഗൈസ് അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇനി റോഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മളെ കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ റോഡ് ഉപയോഗിച്ച് കുറച്ച് ലോങ്ങിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് റോഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊരു കൈച്ചൂണ്ട സെറ്റപ്പാണ്. അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ നമ്മൾ റോഡും റീലിലും വേണമെങ്കിൽ ഈ ഒരു സെറ്റപ്പ് നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് വെയിറ്റ് ഒക്കെ കെട്ടി ഇതുപോലെ നമുക്ക് ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹമൂറൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നേരെ കല്ലിൻ്റെ അടിയിലോട്ടൊക്കെ പോയി ലോക്കായി കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് പൊട്ടിക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ പൊട്ടിക്കുമ്പോൾ അത്രയും ബ്രൈഡ് നമുക്ക് പോവാണ്. അതുകൊണ്ടാണ് കൂടുതലും നമ്മൾ ഈ ഒരു ടങ്കീസ് ഉപയോഗിച്ച് ഇതുപോലെ ചെയ്യുന്നത് റീലില്ലാതെ. ഗൈസ് അപ്പോൾ അതിനിടയിൽ ഇത് വീണ്ടും ഒരു ഹമൂർ കൂടി അടിച്ചിട്ടുണ്ട്. നമ്മളെ ഈ ഒരു സുഹൃത്തിനാണ് ഇപ്പോൾ അടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെ ലാൻഡ് ചെയ്യിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് കേട്ടോ. നോക്കുക നമുക്ക്. ഗൈസ് അപ്പോൾ നമ്മൾ ഈ ഒരു സുഹൃത്തിന് അടിച്ചിട്ടുള്ള ഹമൂർ ഇതേ കല്ലിനടിയിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ കല്ലിനടിയിലോട്ട് കയറി ലോക്കായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി അത് കല്ലിനടിയിൽ നിന്ന് ഇറങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യാണ് നമ്മൾ വേണ്ടത്. അപ്പോൾ നമ്മളെ സുഹൃത്ത് അത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ഇതേ തൊട്ടപ്പുറത്ത് നമ്മൾ ആ ഒരു സുഹൃത്തിന് ഒരു ഏരിയ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനത് ലാൻഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഏരിയ ആണ്. അപ്പോൾ അത് വീണ്ടും ഇപ്പുറത്തെ സൈഡിൽ ഒരു 5 മിനിറ്റ് ഗ്യാപ്പിൽ നമ്മൾ ഈ ഒരു സുഹൃത്തിൻ്റെ ചൂണ്ടയിൽ ഒരു മീൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂണ്ട കൈ മാറുന്നുണ്ട് അപ്പുറത്തെ മറ്റേ സുഹൃത്തിനെ. അപ്പോൾ അത് ആ ഒരു സുഹൃത്ത് അത് ആ ഒരു മീനെ കണ്ട് ലാൻഡ് ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കുക എന്താണെന്ന്. ഗൈസ് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ഏരിയ ആണ് കേട്ടോ അടിച്ചിട്ടുള്ളത്. അപ്പോൾ അത് അതിന് മുകളിൽ കൊടുന്നത് ഹുക്ക് റിമൂവ് ചെയ്യുന്നുണ്ട്. ഗൈസ് അതുപോലെ തന്നെ നേരത്തെ മീൻ അടിച്ച് കല്ലിനടിയിലോട്ട് പോയി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു മീൻ കല്ലിനടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ടാണ് ആ ഒരു മീൻ പുറത്തിറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിനത് ലാൻഡ് ചെയ്യിക്കാനുള്ളൊരു ശ്രമത്തിലാണ്. കല്ലിനടിയിലോട്ട് മീൻ കയറി കഴിഞ്ഞ് ലോക്കായി കഴിഞ്ഞാൽ അതിൽ മീൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെയിറ്റ് ചെയ്യാണ് നല്ലത്. കാരണം ആ മീൻ കുറച്ചൊന്ന് ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ, മാക്സിമം ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേന് അത് കല്ലിനടിയിൽ നിന്ന് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കതിനെ ആ ഒരു മീൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി
അതെല്ലാം മീൻ ഉണ്ടായിട്ട് നമ്മൾ എത്ര വലിച്ചിട്ടും കിട്ടുന്നില്ല എന്ന് കരുതി അത് ആ ഒരു നമ്മളെ ലൈന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മീൻ നമുക്ക് മിസ്സാവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പൊട്ടിച്ചേരുന്നെങ്കിലോ പിടിച്ചേരുക അതന്നെ ആർത്തി ഉണ്ടായത്. അത് വേറെ ആണെങ്കിൽ അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു ഹമൂർ. അപ്പോൾ ഇത് ഏകദേശം ഒരു 3-3.5 കിലോ തൂക്കം വരുന്ന ഒരു ഹമൂറാണ് കണ്ടിട്ട് ഗൈസ്. അപ്പോൾ വീണ്ടും ഒരു ഹമൂർ കൂടി അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഷെബിക്കാൻ്റെ ചൂണ്ടയിലാണ് അടിച്ചത്. അപ്പോൾ ഷെബിക്കാൻ്റെ കയ്യിന് വയ്യാത്തത് കൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള ഒരു സുഹൃത്തിൻ്റെ കൈ ചൂണ്ട കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സുഹൃത്തതെ അതിനെ ലാൻഡ് ചെയ്യിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ആയിട്ടാണ് ഇന്ന് ഷാഡിലൊരു മീൻ കയറുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് ഷാഡും ഷ്രിമ്പൊക്കെ കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നിലും മീൻ അടിച്ചിട്ടുണ്ടായിരുന്നില്ല. ലൈവിൽ മാത്രമാണ് ഇതുവരെ കയറിയ മീനുകൾ, ലൈവിലും അതുപോലെ ബൈറ്റിലൊക്കെ. അപ്പോൾ ഫസ്റ്റ് ആയിട്ടാണ് ഷാഡിൽ. അപ്പോൾ ഏത് ഷാഡിലാണ് അടിച്ചതെന്നൊക്കെ നമുക്ക് ആ ഒരു മീൻ അങ്ങോട്ട് ലാൻഡ് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് കാണാം. ഇവിടെ അത് കൊണ്ടില്ല, അത് നമ്മൾ മീൻ കയറ്റ ഈ ഡാഗിട്ട് ഇപ്പം ഞങ്ങൾ കുറച്ചൊക്കെ ആ തോക്ക് പോയാൽ പൊന്തിക്കാം. അതോ തൊണ്ടിട്ടോ പുല്ല ഞാൻ പിന്നെ കമ്പ്യൂട്ടർ എന്തിനാണ് ഇതേ ഇതാ റോഡുമലും ഈ റീലുമലും ഈ സാധനം പൊന്തിക്കാം. കൊക്ക നീരിന വീടൊന്നുമില്ലല്ലോ, ആ കൊക്ക നീരിന വീടൊന്നുമില്ലല്ലോ. എല്ലാവരും ഷാഡേരൊക്കെ ആക്റ്റീവായി. അപ്പോൾ അതെ നമ്മളെ ഷെബിക്കാൻ്റെ ഈ ഒരു ഷാഡിലാണ് കേട്ടോ മീൻ അടിച്ചത്. അപ്പോൾ ഏകദേശം ഒരു 4-5 കിലോ വെയിറ്റ് വരുന്ന ഒരു ഹമൂറാണ് കേട്ടോ കയറിയത്. അപ്പോൾ ഇതിന് തൊട്ട് പുറകിൽ തന്നെ വേറൊരു ഹമൂർ കൂടി അടിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ഈ ഒരു സെയിം ഷാഡിന്റെ കളർ ചേഞ്ചിൽ ഒരു ഹമൂർ കൂടി അടിക്കുന്നുണ്ട്. അത് അടുത്ത് വന്ന് വലയില് അങ്ങനെ നിൽക്കല്ല പൊട്ടിയാ. അപ്പൊ നമ്മൾ ഈ ഒരു സുഹൃത്തിന്റെ ഷാഡിൽ മീൻ അടിച്ച് മീൻ പൊട്ടിച്ച് പോയിട്ടോ ഗൈസ്. അപ്പോൾ വീണ്ടും ഒരു ഹമൂർ കൂടി അടിച്ചിട്ടുണ്ട് നമ്മളെ ഈ ഒരു സുഹൃത്തിന്. അപ്പോൾ അതിനെ ലാൻഡ് ചെയ്യിക്കാനുള്ളൊരു ശ്രമത്തിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഹമൂറിന്റെ പൂരം തന്നെയാണ് കേട്ടോ ഇവിടെ. ഹമൂർ മാത്രമല്ല, നമുക്ക് ഇന്ന് ചെമ്പല്ലിക്കോര കയറിയിട്ടുണ്ട്, അതുപോലെ ഏരി കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇന്ന് നമുക്ക് ഏകദേശം ഒരു 2-3 മണിക്കൂറിനുള്ളിൽ കയറിയതാണ് കേട്ടോ. അപ്പോൾ ഇത് പാർട്ട് 1 ആണ് കേട്ടോ. അപ്പോൾ ഇനി പാർട്ട് 2 വരാനുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഒറ്റ ദിവസം തന്നെ നമുക്ക് ഏകദേശം ഒരു 3-4 മണിക്കൂറിനുള്ളിൽ തന്നെ ഏകദേശം ഒരു 20 ഹമൂറോളം ഇവിടുന്ന് നമുക്ക് കയറുന്നുണ്ട്. അപ്പോൾ അത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൂക്കിയാലേ അപ്പോൾ ആ ഒരു ഹമൂർ ഇത് ഇവിടെ കയറിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹമൂറാണ്. ഒരു 5-6 കിലോ വെയിറ്റ് വരുന്നൊരു ഹമൂറാണ് കേട്ടോ കയറിയത്.
ഗൈസ് അപ്പോൾ ഈ ഒരു വീഡിയോ എത്രയുള്ള അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.